ഞാനിന്ന് എത്തിയത് കൂടരഞ്ഞി അമ്പുപെരുന്നാൾ കാണാനാണ്. ഇത്രയും വലിയൊരു പള്ളിപ്പെരുന്നാൾ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അത്രമാത്രം ജനസാഗരമാണ് ഇവിടെ ഒഴുകി എത്തുന്നത് കേട്ടോ. ഒഴുകി എത്തിക്കഴിഞ്ഞെന്ന് തന്നെ പറയാം. എത്രമാത്രം ആൾക്കാരാണ് ഇവിടെ ഈ പെരുന്നാൾ കാണാൻ എത്തിയത്. പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മാതാവിനെ കാണാം. മാതാവിനൊക്കെ അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഈ പള്ളി. പള്ളീൻ്റെ കാര്യം പറയേ വേണ്ട. പള്ളിയൊക്കെ എത്രമാത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അത്രമാത്രം നമുക്ക് ദൂരെ നിന്ന് അടുത്ത് നിന്നൊക്കെ ആസ്വദിക്കാം കേട്ടോ. അത്ര മനോഹരമാണ് ഇവിടുത്തെ പള്ളി കാണാൻ. ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ചെറിയ ഷൂട്ടുകളാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ കച്ചവടക്കാർ ബലൂണും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി കളറാക്കി നമ്മളൊരു കൂടരഞ്ഞിക്കാരനൊക്കെ സംഭവം കത്തും. കൂടരഞ്ഞീൻ്റെ ഒരു ആഘോഷം എന്താണ്, കൂടരഞ്ഞി അങ്ങാടി മൊത്തം ജനസാഗരമാണ്. അതുപോലെ അതിൻ്റെ അടുത്തുള്ള കടകളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഗ്രൗണ്ടിൽ ചെണ്ടമേളുണ്ട്. ചെണ്ടമേളൊക്കെ ശിങ്കാരിമേളം തകർക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ചെറിയ മക്കളെ നാസിക് ഡോളും സെറ്റപ്പായിരുന്നു കേട്ടോ. ഇതിവിടെ വന്ന് കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. ചെറിയ ചെക്കന്മാരെ എമ്മാരി തകർത്തിട്ടാ ഇതിൽ പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡ്രംസും കാര്യങ്ങളൊക്കെ സെറ്റ് ബാൻഡുമേളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കളറാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പരിപാടി മൊത്തം. ഇനി നമുക്ക് ആ പള്ളീൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ കയറിയാലും നമുക്ക് ചുറ്റൊരു ഓറ വന്നാൽ മതി കേട്ടോ. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഇവിടേക്ക് ഇങ്ങനെ ലയിച്ച് ചേരും. അത്രയും ഒരു പോസിറ്റീവ് നമുക്ക് ചുറ്റും ഇങ്ങനെ കടന്ന് കളിക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല, കാരണം അത്രയ്ക്കും ക്ലിയറായി നീറ്റായിട്ടുള്ള വലിയ പ്രാർത്ഥനാ ഹോളും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും പ്രാർത്ഥനാ ഹോളുണ്ട്. അതും ഇവിടുന്ന് നോക്കിയാലും അവിടുന്ന് നോക്കിയാലൊക്കെ ഇതേ ഒരു വിഷ്വലാണ് കിട്ടുക. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. അതിവിടെ വന്നവർക്കൊക്കെ വേഗം കത്തുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ വേഗം യേശുവിനോട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് വേഗം പുറത്തിറങ്ങി വേഗം സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ അങ്ങോട്ടാണ് പോയത്. അവിടെ ഒരു ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും തകർത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം നോക്കിന്ന് മെല്ലെ ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഏകദേശം. അങ്ങനെ ഞാൻ മെല്ലെ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ തിരിച്ച് നാട്ടിലേക്ക് കേട്ടോ.